അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ആദരണീയരായ മിഷ്കാത്ത് ഖുർആൻ പഠന പദ്ധതിയുടെ ശ്രോതാക്കളെ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖാഫ് അതിൻ്റെ 40 വരെയുള്ള ആയത്തുകൾ തജ്വീദ് നിയമമനുസരിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈയൊരു ക്ലാസ്സിലൂടെ 41 മുതൽ 45 വരെയുള്ള ആയത്തുകളുടെ തജ്വീദ് നിയമങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ ആയത്ത് നോക്കാം. വസ്തമിഅ് യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്. അവിടെ മിം മക്കാൻ, അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് ശദ്ദുള്ള മീമ് വരുമ്പോൾ എന്ത് ചെയ്യണം? സുക്കൂനുള്ള നൂനിനെ മണിച്ച്, മീമിനെ മണിച്ചുകൊണ്ട് നമ്മളതിനെ ചേർത്ത് ഓതുക. ഇത് ബി ഉന്ന എന്നാണ് പറയുക. മക്കാനിൻ ഖരീബ്, തൻവീനുള്ള നൂനിന് ശേഷം ഖാഫ് വരുമ്പോൾ അവ്യക്തമാക്കുക. തൻവീനിനെ ഇഖ്ഫ എന്നാണ് അതിന് പറയുക. ഖരീബ് അവസാനത്തെ അക്ഷരം ബാ മുഴക്കിക്കൊണ്ട് അവസാനിപ്പിക്കുക. അടുത്ത ആയത്ത്. يوم يسمعون الصيحة بالحق ذلك يوم الخروج. അവിടെ സ്വൈഹത, സ്വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ബിൽ ഹഖ്, അവിടെ നിർത്തുകയാണെങ്കിൽ ഖാഫ് നമുക്കറിയാം കൽക്കലിയുടെ അക്ഷരമായിട്ട് മുഴക്കിക്കൊണ്ടായിരിക്കണം അത് നിർത്തേണ്ടത്. യൗമുൽ ഖുറൂജ്, ഖാ പറയുമ്പോഴും ഉച്ചാരണം ശ്രദ്ധിക്കുക. ജീമ് കൊണ്ട് അവസാനിക്കുമ്പോൾ നമ്മൾ അതിനെ കൽക്കലയുടെ മുഴക്കിക്കൊണ്ട് നമ്മൾ അതിനെ ഉച്ചരിക്കുക. അടുത്ത ആയത്ത്. ഇന്നാ നഹ്നു നുഹ്യി വനുമീതു വഇലൈനൽ മസീർ. ഇന്ന ശദ്ദുള്ള നൂന് വരുമ്പോൾ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മണിക്കുക. നഹ്നു നുഹ്യി വനുമീതു വഇലൈനൽ മസീർ, സ്വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. യൗമ തശഖഖുൽ അർദു അൻഹും സിറാഅ ذلك حشر علينا يسير. അവിടെ തശഖഖുൽ, 2 ഖാഫ് വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അൻഹും, ഐന് പറയുമ്പോൾ പ്രത്യേകം അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. സിറാഅ, ഐന് അവസാനം വരുമ്പോഴും ശ്രദ്ധിക്കുക. ذلك حشر علينا, തൻവീനുള്ള റാ ഹഷ്റുൻ, അതിനുശേഷം വന്നത് ഐനാണ്. അപ്പോൾ വ്യക്തമാക്കുക, ഇൽഹാറാണ്. ഹഷ്റുൻ അലൈന യസീർ. അവസാനത്തെ ആയത്ത്. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ വമാ അൻത അലൈഹിം ബിജബ്ബാർ ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ അവിടെ നിർത്താവുന്നതാണ്. വമാ അൻത, അവിടെ വമാ എന്ന ഭാഗത്ത് വന്നിട്ടുള്ള മദ് മുൻതസിലല്ല, മുൻഫസിലാണ്. 2 മുതൽ 3 സെക്കൻഡ് നീട്ടിയാൽ മതി. അൻത, സുക്കൂനുള്ള നൂനിന് ശേഷം താ വരുമ്പോൾ അവ്യക്തമാക്കുക. ഇഖ്ഫ. അലൈഹിം ബിജബ്ബാർ, സുക്കൂനുള്ള മീം അലൈഹിം, പിന്നീട് വന്നിട്ടുള്ളത് ബാ ആണ്. അത് ഇഖ്ലാബ് ഷഫവി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ആ മീമിനെ നമ്മൾ ചേർത്തുകൊണ്ട് ഓതുമ്പോൾ അതിനൊരു മാറ്റിക്കൊണ്ട് മറിച്ച് വേണം അതിന് പാരായണം ചെയ്യേണ്ടത്. അലൈഹിം ബി, ചെറുതായിട്ടൊന്ന് മണിക്കുക. ഫദക്കിർ, അവിടെ നമുക്കറിയാം റായിന് സുക്കൂനാണെങ്കിലും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസറായതുകൊണ്ട് അതിനെ ലഘുവാക്കി പറയുക. രാ എന്നുള്ള ഉച്ചാരണത്തിൽ. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു, സുക്കൂനുള്ള നൂന് മൻ, സുക്കൂനുള്ള നൂനിന് ശേഷം യാ വരുമ്പോൾ അത് ഇതാ ബി ഒന്നയാണ്, മണിച്ചു കൊണ്ടുവേണം ചേർത്ത് ഓതേണ്ടത്. വഈദ്, ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ദാല് കൊണ്ട് അവസാനിക്കുമ്പോൾ മുഴക്കിക്കൊണ്ട് അവസാനിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.